നമസ്കാരം. ഇറാനിൽ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം ആകെ അനിശ്ചിതാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനമെടുത്തിരുന്നത് അയത്തുള്ള അലി ഖമേനി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുമതി കൂടാതെ അവിടെ ഒരു നിസ്സാര കാര്യം പോലും സർക്കാരിന് ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അയത്തുള്ള അലി ഖമേനി തൻ്റെ വിശ്വസ്തരുമൊത്ത് ചർച്ച നടത്തുന്ന വേളയിലാണ് അവിടേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതും ഖമേനിയും കൂടെ ഉണ്ടായിരുന്ന ഉന്നത സൈനിക മേധാവികളും എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടതും. അതിനുശേഷം നിർണായകമായ തീരുമാനമെടുക്കുന്നത് ആരാണ്, ഇതെവിടെ വെച്ചാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാനും അവിടുത്തെ ചില ഉന്നതരായ വ്യക്തികളും ചേർന്ന്, അതായത് അവിടെ ഭരണം നിർവഹിക്കുന്ന ആ ഒരു കൗൺസിലിലെ അംഗങ്ങളും കൂടെ ചേർന്നിരുന്ന് ഒരു യോഗം നടത്തുന്നതിൻ്റെ, ഒരുപക്ഷെ മന്ത്രിസഭ യോഗം തന്നെയായിരിക്കും, അതിൻ്റെ ഒരു ചിത്രം അവർ പുറത്തുവിട്ടിരുന്നു. ഇത് എവിടെ വെച്ചാണ് എടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയാകുന്നത്. ഇറാനിൽ പോയിട്ടുള്ളവരെല്ലാവരും തന്നെ പറയുന്നത് ഇതൊരു കാരണവശാലും ഇറാൻ സർക്കാരിൻ്റെ വക ഒരു മന്ദിരമല്ല എന്ന് തന്നെയാണ്. പിന്നെ എവിടെ ആയിരിക്കാം? അതിനുള്ള മറുപടിയാണ് ഇതൊരു ആശുപത്രിയിൽ വെച്ചാണ്, അത് ആശുപത്രിയുടെ താഴത്തെ സെല്ലാറിൽ വെച്ചാണ് ഈ ഒരു മന്ത്രിസഭാ യോഗം ചേർന്നത് എന്നാണ്. കാരണം മൊസാദിന് പേടി തന്നെയാണ്. ഇറാൻ ഭരണാധികാരികൾ ഖമേനിയെ വധിച്ചതോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി, തങ്ങളുടെ നാടിൻ്റെ മുക്കും മൂലയും വരെ ഇപ്പോൾ മൊസാദിൻ്റെ കൈവശമുണ്ട്. അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം നടത്താം. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായ ഈ ഒരു ആശുപത്രി തിരഞ്ഞെടുത്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആശുപത്രിയാകുമ്പോൾ ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിലൊരു മന്ത്രിസഭ യോഗം ചേർന്നത് എന്നും പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ വെച്ചാണ് ചേരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ ആശുപത്രിയുടെ തൊട്ടടുത്താണ് സ്വിസ് എംബസി, അതുപോലെ സൗത്ത് കൊറിയയുടെയും UAEയുടെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട എംബസികളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അമേരിക്ക ഈ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തുകയില്ല എന്നാണ് പെഷസ്കിയാനും അനുയായികളും വിശ്വസിക്കുന്നത്. അങ്ങനെ മന്ത്രിസഭാ യോഗം പോലും ഇപ്പോൾ ഒളിച്ച് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും തങ്ങളെ ആക്രമിക്കാം എന്നുള്ള ഭീതി ഒരുപക്ഷെ ഈ ആശുപത്രിക്കുള്ളിലിരുന്ന് മന്ത്രിസഭാ യോഗവും അതുപോലെ ഉന്നത അധികാര യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇറാനിൽ വ്യാപകമായ തോതിൽ ഇൻ്റർനെറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനെറ്റ് വരുത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിലെ ഭരണാധികാരികളൊക്കെ തന്നെ ആകെ വരണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മാത്രമല്ല, ഇറാനിലെ വിദേശകാര്യമന്ത്രിയായ അഗരാജ് തന്നെ തൻ്റെ അതിവിശ്വസ്തനായ ഒരു വ്യക്തിയോട് പറഞ്ഞത് താനിപ്പോൾ ഔദ്യോഗിക കാർ ഉപയോഗിച്ച് യാത്ര ചെയ്യാറില്ല എന്നാണ്. ഏതെങ്കിലും സഹപ്രവർത്തകരുടെ ബൈക്കിന് പിന്നിലിരുന്നാണ് താൻ എങ്ങോട്ടെങ്കിലും പോകുന്നത് എന്നാണ്. കാരണം അഗരാച്ചിയുടെ വാഹനം ഏതാണെന്നും അകമ്പടി വാഹനം ഏതാണെന്നൊക്കെ വളരെ വ്യക്തമായ ധാരണ മൊസാദിനുണ്ട്, CIA-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വാഹനത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയും ആക്രമണം ഉണ്ടാകും എന്ന ഭയമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇറാനിലെ ഭരണാധികാരികൾ മുഴുവൻ ഇപ്പോൾ മരണഭീതിയിലാണ് ജീവിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾ കൊല്ലപ്പെടാം എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ കെട്ടിടത്തിലാണ് അവരുടെ പരമോന്നത നേതാവായ ഖമേനി താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് വളരെ ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തി 30ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പൊട്ടിച്ച് ഖമേനിയൊക്കെ തന്നെ അമേരിക്ക വധിക്കുമ്പോൾ മൊസാദും CIA-യും പോലുള്ള രണ്ട് അതിഭയങ്കരന്മാരായ ചാരസംഘടനകൾ തങ്ങളെ ഓരോ നിമിഷവും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഉന്നതന്മാർക്കെല്ലാം തന്നെ ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴാണ് മരണം കടന്നെത്തുക എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. യുദ്ധം ആരംഭിച്ച ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഖമേനിയെ ടെഹ്റാൻ നഗരത്തിന് പുറത്തേക്കുള്ള ഒരു ബങ്കറിനുള്ളിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം അവിടെ സുരക്ഷിതനാണ് എന്നുമൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖമേനി താമസിച്ചിരുന്ന വീടിനുള്ളിൽ തന്നെ ഇതിനായി പ്രത്യേക ബങ്കർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ ബങ്കറിനുള്ളിലേക്കാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബ് ഇട്ടത് എന്നുമാണ്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർക്കാരില്ലാത്തൊരവസ്ഥയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പെഷസ്കിയാൻ എന്ന പ്രസിഡന്റ് താരതമ്യേന ദുർബലനാണ്. മാത്രമല്ല, അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളോട് ചെറിയ തോതിലുള്ള അനുഭവം പുലർത്തുന്നയാളും പുരോഗമന ചിന്താധികാരനുമാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ ഈ ഖമേനിക്കൊപ്പം നിൽക്കുന്ന മതഭ്രാന്ത് പിടിച്ച ഉന്നതന്മാർക്ക് കഴിയുകയുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിഗതിയിൽ ഇനി അങ്ങോട്ട് അമേരിക്ക ഒരുപക്ഷെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും ഇറാൻ്റെ മൊത്തം ഭരണം പിടിച്ചെടുക്കുകയും ഒരു പാവ സർക്കാരിന് തങ്ങൾക്ക് അറിയാവുന്ന വേണ്ടപ്പെട്ട ആരെങ്കിലും അവിടെ ഭരണാധികാരിയെ നിയോഗിക്കുകയും ചെയ്യുമോ എന്നുള്ള ഭയവും അവർക്കുണ്ട്. ഏതായാലും ഈ മന്ത്രിസഭാ യോഗം ആശുപത്രിയിലും വിദേശകാര്യമന്ത്രി ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്ന കാലം ഒരിക്കൽ വരുമെന്ന് ഏതായാലും ഇറാനിലെ ഭരണാധികാരികൾ ഒരിക്കലും കരുതിയിരുന്നിരിക്കില്ല. പക്ഷേ ആ യാഥാർത്ഥ്യം ഇപ്പോൾ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഏത് നിമിഷമാണ് തങ്ങൾ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ മിസൈലേറ്റ് മരിക്കുന്നത് എന്നുള്ള ഭീതിയിൽ തന്നെയാണ് ഇറാനിലെ ഉന്നതരായ എല്ലാ വ്യക്തികളും.